3-4 ദിവസം കൂടുമ്പോൾ മാത്രമാണ് പല വീടുകളിലും കുടിവെള്ളം എത്തുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ കുടിവെള്ള പ്രശ്നം പോലും അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. പറ്റിക്കൽ വികസനം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ പോത്തങ്കോട് നിന്ന് മംഗലപുരം വരെ ഒരു റോഡ് പണിഞ്ഞു, 70 കോടി രൂപയാണ് മുടങ്ങി. നാഷണൽ ഹൈവേ പണിയാൻ പോലും ഇത്രയും തുക വേണ്ടി വരും. ഒരൊറ്റ മഴയിൽ അത് വാട്ടർ തീം പാർക്കായിട്ട് മാറുന്ന കാര്യവും വീടുകളിൽ മുഴുവൻ വെള്ളം കയറുന്ന കാര്യമൊക്കെ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അദ്ദേഹം റോഡിലെ കുഴി അടച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വികസനം. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അങ്കത്തട്ടിൽ BJPയുടെ യുവ നേതാക്കൾ ഉൾപ്പെടെ അണിനിരന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ ശ്രീ യുവരാജ് ഗോകുലാണ്. ചാനൽ ചർച്ചകളിലെ തീപ്പൊരി ആളാണ് അദ്ദേഹം. അതുകൂടാതെ നല്ലൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇന്ന് പ്രചരണ പരിപാടികളെല്ലാം തന്നെ തുടങ്ങുകയുള്ളൂ. ഇവിടെ പ്രധാനമായും എടുത്ത് പറയേണ്ട മറ്റൊരു സ്ഥാനാർത്ഥി CPMൻ്റെ GR അനിലാണ്. നിലവിലുള്ള മന്ത്രിയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ല. എന്തായാലും ഇന്ന് യുവരാജ് ഗോകുൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ പോകുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഈ യുവ നേതാവ് നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അല്ല, പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷമായിട്ട് ആ മണ്ഡലത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയേക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് പഠനങ്ങൾ നടത്തി നമ്മൾ ചെയ്തിട്ടുള്ള, നമ്മളൊരു പരീക്ഷ എഴുതുന്നത് പോലെയാണ്. ആ പരീക്ഷ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് എഴുതും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും അതിനകത്തൊരു നല്ല മാർക്ക് കിട്ടണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ആ ബോധ്യം വരണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ബോധ്യം പാർട്ടിക്ക് വന്നു എന്നുള്ളതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. നെടുമങ്ങാട് മണ്ഡലത്തെ സംബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? നിലവിലിപ്പോൾ ഒരു മന്ത്രിയുടെ മണ്ഡലം കൂടിയാണല്ലോ. അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നം അവിടെ ഉണ്ട്. 3-4 ദിവസം കൂടുമ്പോൾ മാത്രമാണ് പല വീടുകളിലും കുടിവെള്ളം എത്തുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ കുടിവെള്ള പ്രശ്നം പോലും അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. പോത്തങ്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നാണ്. ആ പോത്തങ്കോടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പറ്റിക്കൽ വികസനം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ പോത്തങ്കോട് നിന്ന് മംഗലപുരം വരെ ഒരു റോഡ് പണിഞ്ഞു, 70 കോടി രൂപ മുടക്കി. 7 കിലോമീറ്ററാണ് ആ റോഡ് പണിഞ്ഞിരിക്കുന്നത്. 70 കോടി രൂപയാണ് മുടക്കി. നാഷണൽ ഹൈവേ പണിയാൻ പോലും ഇത്രയും തുക വേണ്ടി വരുന്നത്. എന്നിട്ട് അവസാനം എന്തായി എന്നുള്ള കാര്യം എല്ലാവരും കണ്ടതാണ്. ഒരൊറ്റ മഴയിൽ അത് വാട്ടർ തീം പാർക്കായിട്ട് മാറുന്ന കാര്യവും വീടുകളിൽ മുഴുവൻ വെള്ളം കയറുന്ന കാര്യമൊക്കെ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വെള്ളാണിക്കൽ പാറ പോലെ വികസന സാധ്യതയുണ്ടായിരുന്ന ടൂറിസം കേന്ദ്രങ്ങളെ പരിപൂർണമായിട്ടും അവഗണിച്ചു കളഞ്ഞു. അദ്ദേഹം പറയുന്ന വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം റോഡിലെ കുഴി അടച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വികസനം. പിന്നെ സ്വാഭാവികമായി ഒരു സ്ഥലത്തുണ്ടാകേണ്ടുന്ന വികസനമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വഴയില പാലം വരെയുള്ള റോഡ് 4 വരിയായിട്ട് കാലം കുറയായി. ആ ഒരു തരത്തിലുള്ള വികസനം വന്നിട്ട് 2 ഇതായിട്ട് വരുന്ന രീതിയിൽ വന്നിട്ട് കാലം കുറയായി. അതിനുശേഷം സ്വാഭാവികമായും വികസനം അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാകേണ്ടുന്നതാണ്. ആ വികസനം പോലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് 6 മാസം മുമ്പ് മാത്രം ആരംഭിക്കുന്ന തരത്തിലാണ് ആ വികസനം പോലും കടന്നു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം എന്നുള്ള തലത്തിലൊന്നും കണ്ടിട്ടില്ല. പകരം അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയിട്ട് അതാണ് വികസനം എന്നുള്ള പേരിൽ അദ്ദേഹം ഇപ്പോൾ വലിയതായിട്ട് മേനി നടിക്കുകയാണ്. ജനങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ധാരണയുണ്ട്. എന്തുമാത്രം വിജയപ്രതീക്ഷയുണ്ട്? 200% വിജയപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. വെറുതെ നമ്മൾ നിൽക്കുക, കുറേ വോട്ട് പിടിക്കുക, അങ്ങനെയുള്ള ഒരു തലത്തിലേക്കല്ല പോകുന്നത്. ജയിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് എന്താണോ ചെയ്യേണ്ടുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്താണ് അവിടെ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ജയിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് വ്യക്തിപരമായി എനിക്ക് യാതൊരു സംശയവുമില്ല, എൻ്റെ പ്രസ്ഥാനത്തിന് സംശയമില്ല. എന്തായാലും ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ CPM കോൺഗ്രസും മാറി മാറി ഭരിച്ചിരുന്ന തലസ്ഥാനത്തെ ഒരു മണ്ഡലമാണ് നെടുമങ്ങാട്. ഇവിടെ BJPക്ക് എന്തുമാത്രം വിജയപ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ജനങ്ങളും BJP സംസ്ഥാന നേതൃത്വവും ഉറ്റുനോക്കുന്നത്. എന്തായാലും കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് NDA ഇവിടെ നെടുമങ്ങാട് നിർത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.